കോളേജിൽ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കാറില്ല. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാകും. എന്തു ചെയ്യണം? മിനിമം കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് സ്മൂത്തായി പോകാൻ പറ്റും. ആ ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേക ഒരു സംവിധാനമാണ്. ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട ഇസ്ലാമിക കാര്യങ്ങൾ ഇഷ്ടത്തോടു കൂടെ, നേരത്തെ മാലിക് സലഫി പറഞ്ഞ മാതിരി ഇഷ്ടത്തോടു കൂടെ ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ സുഹൃത്തുക്കളെ ഭയങ്കരമായ ഒരു ആസ്വാദനം അതിനുണ്ട്. നമ്മൾ ആ ആസ്വാദനത്തിൽ ഏറ്റവും വലിയ ആസ്വാദനമുള്ളതാണ് നമസ്കാരം. നമ്മൾ ഈ ലോകത്ത് നിന്നാണ് വിഡ്രോ ചെയ്യാണ് ഒരല്പസമയം. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏറ്റവും വലിയ, അള്ളാഹുവിനേക്കാളും വലുത് മറ്റൊന്നില്ല. അള്ളാഹുവിനേക്കാളും വലുത് മറ്റൊന്നില്ല. എല്ലാത്തിനേക്കാളും വലുത്, വലിപ്പത്തിൽ ഏറ്റവും വലിപ്പമുള്ളത് അള്ളാഹുവാണെന്ന് തന്നെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതണ്ട് പറഞ്ഞ് ഇവിടുന്ന് വിഡ്രോ ചെയ്ത് നമ്മൾ ആ പ്രാർത്ഥനയിലേക്കാണ് നീങ്ങിക്കഴിയുമ്പോൾ അതൊരു മനസ്സമാധാനവും ആശ്വാസവും കിട്ടുന്ന നല്ല രംഗമാണ്. അത് ജമാഅത്തായിട്ടും അതിൻ്റെ ശരിയായ അർത്ഥം അറിഞ്ഞും യൂട്യൂബിലൊക്കെ ഉണ്ട് നമസ്കാരത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ. നിങ്ങൾ ശരിക്കും കേട്ടാൽ അതിൻ്റെ ഒരു ആത്മചൈതന്യം നമുക്ക് കിട്ടും. അങ്ങനെ എൻജോയ് ചെയ്ത് അരിഹ്നാ ബിഹയാ ബിലാൽ, ബിലാലെ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം, നിസ്കരിച്ചു കൊണ്ടൊന്ന് റെസ്റ്റ് എടുക്കാം, ഒന്ന് ആശ്വാസം കൊള്ളാം എന്ന് പറയുന്ന ആസ്വാദകരം അത് ആ സലാമിൻ്റെ വീട്ടുമുണ്ടാവും. ഒരു സന്തോഷം മനസ്സിൽ വരാൻ സുബൈക്ക് ഇങ്ങനെ എഴുന്നേറ്റ് പള്ളിയിലൊക്കെ പോയി ആ ജമാഅത്തിന് കഴിഞ്ഞ് സലാമിന് വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടാണ്ട് കുറച്ചേരം കൂടി അവിടെ അങ്ങനെ ഇരിക്കാൻ നമുക്ക് തോന്നും. ആ ഒരു മാനസിക സന്തോഷത്തിലായിരിക്കണം. രണ്ട് തരം മനസ്സുണ്ട്. ഒന്നെന്താ അറിയോ? നല്ല പ്രകാശമാനമായൊരു മനസ്സ്. ഒന്ന് ഇടിയും മിന്നലുകളും അലർച്ചകളും അതേപോലെ തന്നെ ഇരുട്ടും നിറഞ്ഞ ഒരു ഭീതിതമായ മാനസികാവസ്ഥ. ആ മനസ്സിനെ പ്രാർത്ഥനകളുടെയും ഭക്തിയിലൂടെയും നമ്മൾ സമാധാനമാക്കുമ്പോൾ സന്തോഷകരവും ആസ്വാദകരവുമായ ജീവിതം നിങ്ങൾ തീരുമാനിക്കുക. ഇനി മുതൽ എല്ലാ ജമാഅത്തും ഞാൻ നിസ്കരിച്ചിരിക്കുന്നു തീരുമാനിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യും. 5 സമയം പള്ളിയിൽ വരാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരുവിധം തിന്മകളെന്നൊക്കെ ഒരു സിനിമ പോലും മുഴുവൻ കാണാൻ പറ്റില്ല വക്തിന് നിസ്കരിക്കുന്നു തീരുമാനിച്ചാൽ. അത്ര നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് നമസ്കാരം എന്ന് പറഞ്ഞത്.